ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മളെല്ലാവരും എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന സമയമായിരിക്കും അല്ലെ. ഈ സമയത്ത് നമ്മുടെ ജിയോഗ്രഫിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയം വരുന്ന ഒരു ഭാഗമാണ് മാപ്പ് എന്ന് പറയുന്നത്. ഈ മാപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇത്രയും കാലമായിട്ട് വന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഇനി നമ്മൾ അടുത്ത ദിവസം എഴുതാൻ പോകുന്ന എക്സാമിനേഷന്റെ ചോദ്യത്തിന്റെ ഉത്തരവും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിന് നമുക്കറിയാം, മാപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് മാപ്പിൽ നിന്ന് 2 ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാണ് വരിക. ഒന്ന് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിന് 3 മാർക്കിനും, അതുപോലെ തന്നെ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിന് 1 മാർക്കിനുള്ള ചോദ്യമായിരിക്കും മാപ്പിന്റെ കാര്യത്തിൽ വരിക. മാപ്പ് ആണെങ്കിൽ നമ്മൾ പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾക്ക് ഇന്ന് ഒരുപാടൊന്നും പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് മാപ്പിനെ തന്നെ ക്ലിയർ ആക്കിയിട്ട് പഠിക്കാൻ പോവുകയാണ്. റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാപ്പിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് നമ്മുടെ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയിൽ. റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് ഒറ്റ മാപ്പുകൾ പഠിച്ചാൽ മതി, പോർട്ടുകൾ മാത്രം പഠിച്ചാൽ മതി, തുറമുഖങ്ങൾ. ഈ പോർട്ടുകളുടെ കാര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ അറിയോ? നോർത്ത് ഇന്ത്യയിൽ ഒരു പോർട്ട് പോലും ഇല്ല. കാരണം നമ്മുടെ പെനിൻസുലാസ് പ്ലാറ്റൂവിലാണല്ലോ പോർട്ടുകളെല്ലാം ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് പോർട്ടുകളുടെ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നു. നമ്മുടെ ഗുജറാത്തിന്റെ കാര്യത്തിലേക്ക് നോക്കാം. ഗുജറാത്തിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഇതാണ് കണ്ടില പോർട്ട്. കണ്ടില, ഞാനും കണ്ടില്ല എന്ന് പറയരുത്, കണ്ടില പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതേസമയം കുറച്ച് താഴേക്ക് വന്നാൽ ഏതാ, നമ്മുടെ ബോംബെ ഭാഗമാണ് മുംബൈ പോർട്ട് എന്ന് പറയുന്നത്. അതേസമയം ഗോവയുടെ ഭാഗമാണ് മർമ്മ ഗോവ. അതേസമയം നമ്മുടെ കേരളത്തിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗമാണ് മംഗലാപുരം. അതേസമയം കേരളത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു പോർട്ടാണ് കൊച്ചി. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മളെന്ത് ചെയ്യാണ് തിരുവനന്തപുരത്തെ പോർട്ട് എവിടെ എന്നുള്ള അതൊന്നുമില്ല, നമുക്ക് പഠിക്കാനില്ലായിരുന്നു, അതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ ഏറ്റവും താഴെയുള്ള അടുത്തൊന്നാണ് തൂത്തുക്കുടി എന്നറിയപ്പെടുന്ന ടുട്രിക്കോൺ. തൂത്തുക്കുടി എന്ന് വിളിക്കുന്ന അതിന്റെ മലയാളത്തിലുള്ള പേരാണ് തൂത്തുക്കുടി എന്നാണ്. അതേസമയം നമ്മൾ ഇംഗ്ലീഷിൽ ടുട്രിക്കോൺ എന്നാണ് വിളിക്കുക, ടുട്രിക്കോൺ കേട്ടോ. അതേസമയം അടുത്ത് തമിഴ്നാട്ടിൽ ചെന്നൈ, അതുപോലെ വിശാഖപട്ടണം, അതുപോലെ കൊൽക്കത്ത. ഇതിൽ മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്, ഞാൻ പറയുന്നു, ഒന്ന് കണ്ടിലയാണ്, അതേസമയം കൊച്ചിയാണ്, ടുട്രിക്കോൺ ആണ്, കൊൽക്കത്തയാണ്. ഇവ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വെച്ചേക്കണം. ബാക്കിയുള്ള ചോദിക്കില്ല എന്നല്ല, ബാക്കിയുള്ള എല്ലാം തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പോർട്ടുകൾ മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള മാപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 1 മാർക്ക് അവിടെ തീരുമാനമായി, 1 മാർക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയിൽ 3 മാർക്കിന്റെ ചോദ്യമുണ്ട് എന്നുള്ള. 3 മാർക്കിന്റെ ചോദ്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ റിവേഴ്സ് എന്ന് ഉറപ്പാ ചോദ്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഹിമാലയൻ നദികൾ ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കാം, അഥവാ എങ്ങാനും അവർ ചോദിച്ചാലോ അല്ലെ. നമ്മുടെ ഹിമാലയൻ നദികൾ 3 ഉള്ളത്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര അല്ലെ. അതില് ഇൻഡസിലേക്ക് നോക്കുന്ന സമയത്ത്, സിന്ധു നോക്കുന്ന സമയത്ത്, സിന്ധു നേരെ നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല തുടങ്ങുന്നത്, പുറത്തുനിന്ന് നേരെ സ്റ്റാർട്ട് ചെയ്തു, ഈ എൻഡ് പോയിന്റിലൂടെ ഇങ്ങോട്ട് കയറി അടുത്ത എൻഡ് പോയിന്റിലൂടെ ഇറങ്ങിപ്പോയി. ഇന്ത്യയിലൂടെ വളരെ കുറച്ച് മാത്രമേ ആര് പോകുന്നുള്ളൂ, ഇൻഡസ് എന്ന് പറയുന്ന സിന്ധു പോകുന്നുള്ളൂ. ബ്രഹ്മപുത്രയും ഇന്ത്യ എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്തു, നേരെ ഇതിലൂടെ കയറിയിട്ട് നേരെ ഔട്ടറിലേക്ക് പുറത്തേക്ക് പോയി. ഗംഗ മാത്രമാണ് ഇന്ത്യയിലൂടെ മുഴുവനായിട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. അപ്പൊ ഗംഗയുടെ കാര്യത്തിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗ ഇങ്ങനെ മുഴുവനായിട്ട് ഇന്ത്യയിലൂടെ. ലൊക്കേഷൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വെച്ചേക്കണം. നമുക്ക് ഓരോന്നും വരയ്ക്കാനുള്ള സമയം എടുത്താൽ ഇപ്പൊ ഒരുപാട് സമയം എടുക്കുന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വരച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം നമുക്കറിയാവുന്ന അടുത്തതാണ് നമ്മുടെ പെനിൻസുലാസ് റിവേഴ്സ്, ഉപദ്വീപീയ നദികൾ. ഇതാണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗം ഇതാണ്. പെനിൻസുലാസ് നദികൾ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. പേരുകൾ അങ്ങനെ പഠിച്ചാൽ മതി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. പേരുകൾ അങ്ങനെ പഠിച്ചാൽ ഉപകാരം എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ വരക്കുന്നു മഹാനദി. ഗുജറാത്തിന്റെ അവിടുന്ന് ഈ എൻഡ് പോയിന്റ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഈ എൻഡ് പോയിന്റ് അറിയാലോ. ഇവിടുന്ന് ഗുജറാത്തിന്റെ അവിടുന്ന് നേരെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, അവസാനിച്ചു പോകുന്നു മഹാനദി. അതിന് താഴെ ഗോദാവരി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പെനിൻസുലാസ് റിവർ, ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. കൃഷ്ണ, അത് കഴിഞ്ഞിട്ട് കാവേരിയുടെ ഇംഗ്ലീഷ് മീഡിയം മക്കളാണെങ്കിൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ള സ്പെല്ലിംഗ് ഇതാണ്, അതേസമയം ആക്ച്വൽ സ്പെല്ലിംഗ് ഇതാണ്. സോ കാവേരി എന്നുള്ള 2 നമുക്ക് കാവേരി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. സോ മഹാനദിയായി, ഗോദാവരിയായി, കൃഷ്ണയായി, കാവേരിയായി, ഇവയെല്ലാം ബേ ഓഫ് ബംഗാളിലേക്ക്, ഇവിടെ ബംഗാൾ ഉൾക്കടലാണല്ലോ, ബേ ഓഫ് ബംഗാൾ ആണല്ലോ ഇവിടെ അല്ലേ, ബംഗാൾ ഉൾക്കടലിലേക്ക് അവസാനിക്കുന്നതാണ്. അതേസമയം അറബിക്കടലിലേക്ക്, ഇവിടെയാണ് അറേബ്യൻ സീ കിടക്കുന്നത്. അറബിക്കടലിലേക്ക് അവസാനിക്കുന്ന ആകെ 2 നദികളേ ഉള്ളൂ. അവയാണ് നർമ്മദയും താപ്തിയും. ആരൊക്കെയാണ്? നർമ്മദയും താപ്തി. ഗുജറാത്തിന്റെ താഴെയാണ്, മഹാനദിയുടെയും ഗോദാവരിയുടെയും ഇടയിലാണ്.
മഹാനദിയുടെയും ഗോദാവരിയുടെയും ഇടയിലാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഗുജറാത്തിന്റെ താഴെയാണ് ആ സ്ഥലം. എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇതിന്ന് നിങ്ങൾക്ക് നാളെ ഉറപ്പാണ് അടുത്ത ദിവസം എന്ത് ഉണ്ടാവും, ഒരു ചോദ്യം ഉണ്ടായിരിക്കും. കൂടാതെ അടുത്ത മാപ്പിലേക്ക് പോവാം. അടുത്താണ് തീരസമതലങ്ങൾ അഥവാ കോസ്റ്റൽ പ്ലെയിൻസ്. തീരസമതലങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ്. നമ്മൾ എന്തില്ല, നോർത്തിൽ നോക്കിയിട്ട് കാര്യമില്ല, താഴേക്ക് നോക്കണം. തീരസമതലം നമുക്ക് 2 തീരങ്ങളാണുള്ളത്. ഒന്ന് എന്താണ് ഈസ്റ്റേൺ കോസ്റ്റും 2 വെസ്റ്റേൺ കോസ്റ്റും ഉള്ളത്. അതില് ഈ ഭാഗമാണല്ലോ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഭാഗമാണ് വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ വെസ്റ്റേൺ കോസ്റ്റ് നമുക്ക് 3 എണ്ണമാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അവയാണ് മലബാർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, ഗുജറാത്ത് കോസ്റ്റ്. മലബാർ തീരസമതലം, കൊങ്കൺ തീരസമതലം, അതുപോലെ തന്നെ ഗുജറാത്ത് തീരസമതലം. അതിൽ മലബാർ തീരസമതലം വരയ്ക്കാൻ സിമ്പിൾ ആണ്. കേരളത്തിന്റെ ഭാഗം ഒന്ന് വട്ടട്ട് വെച്ചാൽ മലബാർ തീരസമതലമായി, കേരളത്തിന്റെ ഭാഗം വട്ടട്ട് വെച്ചാൽ മലബാർ തീരമായി. അതേസമയം ഗുജറാത്തിന്റെ ഭാഗം വട്ടമിട്ടാൽ ഗുജറാത്ത് തീരസമതലമായി, ഗുജറാത്ത് കോസ്റ്റ് ആയി. ഇതിനിടയിലുള്ള ഈ ഭാഗമാണ് ഇത് കൊങ്കൺ തീരസമുദ്രം. അതേസമയം നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലേക്ക് പോകുന്ന സമയത്ത് അവയാണ് നമുക്ക് കോറോമോണ്ടൽ കോസ്റ്റും നോർത്ത് സിർക്കാർ പ്ലെയിനും. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരുപോലെ പറയുന്നത് കൊണ്ടാട്ടോ മക്കളെ ഞാൻ ഇംഗ്ലീഷ് മാത്രം എഴുതി വെച്ചിട്ടുള്ളത്. രണ്ടും കൂടെ എഴുതി വെച്ചിട്ട് ഒരുപാട് അക്ഷരങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അതിൽ കോറോമോണ്ടൽ കോസ്റ്റിന്റെ കാര്യത്തിൽ നമ്മുടെ നോർത്ത് സിർക്കാർ പ്ലെയിനും കോറോമോണ്ടൽ കോസ്റ്റ് എവിടെയെന്ന് വരക്കാൻ അല്ല, ഈ എൻഡ് പോയിന്റ് ഇതാ, ഈ പോയിന്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു വട്ടം ഇട്ട് വെച്ചിട്ട് ഏറ്റവും മുകളിലുള്ള ഭാഗം നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിൽ വടക്കാണല്ലോ. അപ്പൊ വടക്ക് സിർക്കാർ തീരസമതലം. അതേസമയം താഴെയുള്ള ഭാഗം കോറോമോണ്ടൽ കോസ്റ്റ്. അത് കൊടുത്താൽ അവിടെയും കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുന്നാണ് അടുത്തൊരു ചോദ്യം ഉണ്ടായിരിക്കാം. ചോദ്യങ്ങളുടെ ഭാഗം മാത്രമേ ഞാൻ ഒന്ന് പറയുന്നുള്ളൂ, പുറത്തുനിന്ന് ഒറ്റൊന്നു പോലും പറയുന്നില്ല. അതാണ് പെനിൻസുലാസ് പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. ആദ്യം നമുക്ക് മൗണ്ടൈൻസ് പഠിക്കാം. പ്രധാനമായിട്ടുള്ളത് ഇതാണ് ആരവല്ലി. നമ്മൾ പറഞ്ഞിട്ടില്ല, മൺസൂൺ വിൻഡിനെ എല്ലാം ബ്ലോക്ക് ചെയ്യുന്ന, മൺസൂൺ വിൻഡ് പാരലൽ ആയതുകൊണ്ട് തന്നെ മൺസൂൺ വിൻഡിനെ തടയുന്ന ആളാണ് ആരവല്ലി പർവ്വതനിരകൾ. ഈ ആരവല്ലി പർവ്വതനിരകൾ ഇവിടെയാണുള്ളത്. അതേസമയം വിന്ധ്യ ഇതാണ്, സത്പുര ഇതാണ്. ഇവിടെ ഈ വിന്ധ്യക്കും സത്പുരക്കും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. വിച്ച് വൺ ഈസ് ദ പാരലൽ ടു സത്പുര? സത്പുരക്ക് തിരശ്ചീനമായി കിടക്കുന്നത് ഏതാണ്? വിന്ധ്യയാണ്. വിന്ധ്യക്ക് തിരശ്ചീനമായി കിടക്കുന്ന ആരാണ്? സത്പുരയാണ്. ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതേസമയം നമ്മുടെ ഈ ഭാഗത്ത് തീരത്തിന്റെ ഭാഗത്തുണ്ടല്ലോ, ഇതാണ് വെസ്റ്റേൺ ഘാട്ട് അഥവാ പശ്ചിമഘട്ടം. അതേസമയം ഇവിടെ ഇത് 2 പീസല്ല, 2-3 പീസുകളായിട്ടുണ്ട്. നമുക്ക് വരയ്ക്കാൻ ഈസിക്ക് വേണ്ടി നമ്മൾ 2 പീസുകളാക്കിയിട്ട് വരച്ചു. ഇതാണ് ഈസ്റ്റേൺ ഘാട്ട് അഥവാ പൂർവ്വഘട്ടം. പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും ഇടയിൽ നമ്മൾ വട്ടത്തിൽ വരച്ചുകൊണ്ട് എന്താണ് നേരെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെൻസിൽ എടുത്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഡെക്കാൻ പ്ലാറ്റു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളതാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. ഇതാണ് ഇത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. അതേസമയം ഇവിടെ ഉള്ളതാണ് മാൽവ പ്ലാറ്റു. അതേസമയം ഇവിടെയാണ് റാൻ ഓഫ് കച്ച്. നമ്മുടെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണല്ലോ നമ്മളെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ പറയാറുള്ളത്. അപ്പൊ ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഇതാണ്. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ള ഭാഗമാണ് റാൻ ഓഫ് കച്ച് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അഥവാ ചിലപ്പോ എങ്ങാനും ചോദിക്കാൻ ഒരു സാധ്യതയുള്ള ഒരു ഭാഗമാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ നമുക്ക് അറിയാവുന്നതാണ്. അതിൽ കാരക്കോറത്തെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കാരക്കോറം ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടും വേണ്ടതാ. ഇതാണ് കാരക്കോറം, ഇതാണ് ലഡാക്ക്, ഇതാണ് സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ മാർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള, ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. സോ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ച ഭാഗമാണ് മാപ്പ് എന്ന് പറയുന്നത്. മാപ്പ് എന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആരും നഷ്ടമാക്കരുത്. ഇന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് മറ്റ് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഷുവർ ക്വസ്റ്റ്യനുകളുമായിട്ട് ഞാനും അമീൻ സാറും ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ആരും തന്നെ ക്ലാസ്സുകൾ മിസ്സാക്കരുത്. കൃത്യസമയത്ത് ലൈവിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഇന്ന് അടിച്ചു പൊളിച്ച് നാളത്തെ പരീക്ഷ ഹാപ്പി ആയിട്ട് നമുക്ക് എഴുതണം. അത് കഴിഞ്ഞ് SLC എക്സാമിനേഷനൊക്കെ നമ്മൾ ഫുൾ മാർക്കുകൾ വാങ്ങിയിരിക്കണം. സോ നമുക്ക് ലൈവിൽ എന്ത് ചെയ്യാം, കാണാം. ഇവിടുന്ന് വന്നിട്ട് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ലിസ്റ്റാണ് ഈ കിടക്കുന്നത്. ഈ ചോദ്യങ്ങൾ ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ, മാർക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. ഇതിന്റെ ബാക്കി ഇന്ന് രാത്രി കാണാം.